ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത AIS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക. നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ആർബിട്രറി വഖഫ് ആക്ട് അല്ലെങ്കിൽ വഖഫ് ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളിൽ കോടതി ഇന്നലെ വിധി പറഞ്ഞിരിക്കുകയാണ്. ഒരു കംപ്ലീറ്റ് ബാനൊന്നും വഖഫ് ആക്ടുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. പകരം എന്താണ്, ആർബിട്രറി വഖഫ് ചേഞ്ചസ്, സ്റ്റേസ് ഓൺ ആർബിട്രറി വഖഫ് ചേഞ്ചസ് ആണ് നടത്തിയിരിക്കുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് വഖഫ് ആക്ട്, എങ്ങനെയാണ് വഖഫ് നിയമങ്ങൾ ഇന്ത്യയിൽ ഉടലെടുത്തത് എന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ ഒന്ന് നോക്കണം. സോ എന്താണ് ഈ വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം നിയമങ്ങളിൽ മുസ്ലിം റിലീജിയസ് ഒരു പ്രാക്ടീസസ് ആണ്. എന്താണ് അവിടെ ചെയ്യുന്നത്? അവിടെ ഭൂമിയോ മൂവബിൾ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസുകളോ, ഭൂമിയോ മൂവബിൾ ഗുഡ്സോ എന്ത് കാര്യവും ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. അതായത് ചാരിറ്റബിൾ പർപ്പസിനായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദൈവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, റിലീജിയസ് പർപ്പസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു 10 ഏക്കർ സ്ഥലമുണ്ട്. ഞാൻ ആ സ്ഥലം എന്ത് ചെയ്യും? ഞാൻ ആ സ്ഥലം റിലീജിയസ് ചാരിറ്റബിൾ പേർപ്പസിന് വേണ്ടിയിട്ട്, അതായത് എനിക്ക് അവിടെ ഒരു അനാഥാലയം തുടങ്ങണം, യതീംഖാന തുടങ്ങണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ തുടങ്ങണം. അതിൽ നിന്ന് പ്രോഫിറ്റുകളൊന്നും ഞാൻ എടുക്കേണ്ട കാര്യമില്ല. ഞാനതൊരു പ്രാക്ടീസസ് ആയിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ മാറ്റിവെക്കുന്നതിനെയാണ് നമ്മൾ വഖഫ് എന്ന് പറയുന്നത്. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മാത്രമുള്ള ഒരു പ്രോസസ് ഒന്നുമല്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾ കൊടുക്കും, ഹിന്ദു കമ്മ്യൂണിറ്റികൾക്ക് കൊടുക്കും. സോ ദൈവദാനം അല്ലെങ്കിൽ ദേവദാന എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഭൂമികൾ ഉണ്ടായിരുന്നു. കേരള ചരിത്രമൊക്കെ പഠിച്ചവര് ചിലപ്പോ പഠിക്കുന്നുണ്ടാവും ദേവദാനം. ദെൻ ക്രിസ്ത്യൻ പള്ളികളിലേക്കും ഒരുപാട് സ്ഥലങ്ങൾ അവിടെയുള്ള പ്രമാണിമാരും ബാക്കിയുള്ളവരും കൊടുക്കുന്നുണ്ട്. സോ അതുപോലൊരു പ്രക്രിയ എവിടെയും നടക്കുന്നു, മുസ്ലിം കമ്മ്യൂണിറ്റീസിന്റെ ഇടയിലും നടക്കുന്നു. സോ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് സ്ഥലവും ഗുഡ്സും എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. സോ വഖഫിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ, വഖഫിന്റെ ഹിസ്റ്ററി എവിടെ തുടങ്ങിയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡൽഹി സുൽത്താനേറ്റ് തുടങ്ങിയിട്ട് ഈ വഖഫിന്റെ ഹിസ്റ്ററി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ എങ്ങനെയാണ് വഖഫ് നിലനിൽക്കുന്നത്? വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് ചെയ്യും? ഭൂമിയോ വസ്തുക്കളോ ദാനം ചെയ്യും. അതിൽ നിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു സ്കൂളുകളുണ്ട്. അതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിത് വഖഫിന് എഴുതി കൊടുത്തു. സോ അതിൽ നിന്നുള്ള പ്രോഫിറ്റ് എനിക്ക് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. സോ വൺസ് എ വഖഫ് ഈസ് ഓൾവേസ് എ വഖഫ്. ഒരു പ്രാവശ്യം വഖഫിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് തിരിച്ചെടുക്കാനായിട്ടോ റീക്ലെയിം ചെയ്യാനായിട്ടോ സാധിക്കില്ല. സോ ഇതിന്റെ ഒരു ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൽഹി സുൽത്താനേറ്റ് തുടങ്ങിയിട്ട് ഈ വഖഫിന്റെ ഹിസ്റ്ററി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ വഖഫുകൾ ഇങ്ങനെ കൊടുത്തു പോന്നിരുന്നെങ്കിലും നമ്മൾ ഒഫീഷ്യലി ഒരു ആക്ടുകളും നിയമസംഹിതകളും രൂപീകരിക്കുന്നത് എന്ത് മുതലാണ്? നിയമസംഹിതകളും ആക്ടുകളും രൂപീകരിക്കുന്നത് നമ്മൾ 1913 മുതലാണ്. സോ 1913 മുതലാണ് മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് 1913 ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ദെൻ 23 മറ്റൊരു വഖഫ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 വഖഫ് ആക്ടുകളാണ് നമ്മുടെ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ദെൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യ 1954 മറ്റൊരു വഖഫ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിന് ചില അമെന്റ്മെന്റുകൾ വരുന്നുണ്ട്. എന്താണ്, 1960 കാലഘട്ടങ്ങളിൽ അമെന്റ്മെന്റ് വരുന്നുണ്ട്. അങ്ങനെ ഡിഫറെന്റ് അമെന്റ്മെന്റുകൾ വരുന്നുണ്ട്. ദെൻ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടൊരു പുതിയ അല്ലെങ്കിൽ ബേസ് ചെയ്തിരിക്കുന്ന ഒരു വഖഫ് ആക്ട് വന്നിരിക്കുന്നത് 1995 എന്നാണ്. 1995. സോ 1995 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വഖഫ് ആക്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്താണ് ഇമ്പോർട്ടൻസ്? അതിന്റെ ഇമ്പോർട്ടൻസ് അത് വഖഫിനെ ഒന്ന് ക്രോഡീകരിച്ചു. ആളുകൾ വെറുതെ ഇങ്ങനെ വഖഫ് കൊടുത്തു, അല്ലെങ്കിൽ ഇതിന് ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ഉണ്ടായിരുന്നില്ല. ആ പ്രോസസ്സ് ഹിസ്റ്റോറിക്കലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, പല പ്രോസസ്സുകളും ലെജിറ്റിമേറ്റ് അല്ലാത്തത് ഉണ്ടാവും, അതായത് ലീഗലൈസ് ചെയ്യപ്പെടാത്ത പ്രോസസ്സുകൾ ഉണ്ടാവും. സോ അതിനെല്ലാം ലീഗലൈസ് ചെയ്യപ്പെടാൻ കാരണമായ ഒരു ആക്ട് ഏതാണ്? 1995 വഖഫ് ആക്ട് ആണ്. ഓക്കെ, സോ അവിടെ നമ്മൾ ഡിഫറെന്റ് കൗൺസിൽസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കോംപ്രഹെൻസീവ് ലെജിസ്ലേഷൻ ആയിട്ട് 1995 വഖഫ് ആക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ 2013 ഈ ആക്ട് അമെൻഡ് ചെയ്യുന്നുണ്ട്. 2013
ഈ ആക്ട് അമെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. 2025 അമെന്റ്മെന്റ് എന്നല്ല, 2013 അമെന്റ്മെന്റ് ആണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഞാൻ കറക്റ്റ് ചെയ്തിട്ട് നമ്മളുടെ ഗ്രൂപ്പുകളിൽ അപ്ഡേറ്റ് ചെയ്യാം. സോ 2013 ഇതിന് ഒരു അമെന്റ്മെന്റ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഏതിന്? 1995 വഖഫ് ആക്ടിന് ഒരു അമെന്റ്മെന്റ് കൊണ്ടുവരുന്നു. ദെൻ 2024 പുതിയൊരു വഖഫ് നിയമ ബില്ല്, ഈ മാറ്റങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയൊരു വഖഫ് നിയമ ഭേദഗതി ബില്ല് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2025 അതൊരു ആക്ട് ആയിട്ട് മാറി. സോ ആ ആക്ടിലാണ് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ വരുന്നത്. ഓക്കെ. സോ 2013 നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്? ഞാൻ പറഞ്ഞു 1995 നമ്മള് എന്തായി ഡിഫറെന്റ് ട്രിബ്യൂണൽസുകൾ അല്ലെങ്കിൽ ഡിഫറെന്റ് കൗൺസിലുകൾ, ബോഡീസിനെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ക്രിയേറ്റ് ചെയ്തു. ഇൻഫോർമേഷൻ കമ്മീഷൻ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ രണ്ട് ബോഡീസിനെ കുറിച്ച് പഠിച്ചു. സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷൻ, സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ. അതുപോലെ വഖഫ് നോക്കി നടത്തുവാനായിട്ടും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും എന്ത് ക്രിയേറ്റ് ചെയ്തു? പല ബോഡീസും ഈ 1995 ആക്ടില് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, 1995 ആക്ടില് ക്രിയേറ്റ് ചെയ്തു. ഒരു ട്രിബ്യൂണലിനെയും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു 1995. സോ ഒരു സെൻട്രൽ കൗൺസിൽ ഉണ്ട്, ഒരു സ്റ്റേറ്റ് കൗൺസിൽ ഉണ്ട്, പിന്നെ ആരാണ്? ഒരു ട്രിബ്യൂണൽ കൂടിയിട്ട് ഈ 1995 ആക്ടില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ 2013 അമെന്റ്മെന്റുകളിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രിബ്യൂണലുകൾ, അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം, രണ്ട് ആളുകൾ തമ്മിലുള്ള വഖഫ് പ്രശ്നം, ഒരു ഭൂമി വഖഫാണോ അല്ലയോ എന്നുള്ള ഒരു പ്രശ്നം രണ്ടാളുകൾ തമ്മിൽ നടക്കുകയാണ്. സോ അതിന് എവിടേക്ക് നമുക്ക് പോകാം? കോടതിയിലേക്ക് പോകുന്ന പോലെ തന്നെ ട്രിബ്യൂണലുകളിലേക്ക് നമുക്ക് പോകാം. പക്ഷേ 2013 വരെ എന്തായിരുന്നില്ല? ഈ ട്രിബ്യൂണൽ കോടതിയുടെ ഉത്തരവ് ബൈൻഡിങ് ആയിരുന്നു. അതായത് ട്രിബ്യൂണൽ കോടതി ഒരു ഉത്തരവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന് മുകളിൽ ഒരു സിവിൽ കോടതിയിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റില്ല. അത് ആ വിധി അന്തിമമായിരുന്നു. ദെൻ ലേറ്റർലി ആണ് 2013 2025 അമെന്റ്മെന്റുകളിലേക്കാണ് ഇത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. സോ വഖഫ് ആക്ടിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് പ്രവർത്തനങ്ങൾ, വഖഫിന്റെ കൊടുക്കലുകളും വാങ്ങലുകളും ലെജിറ്റിമൈസ് ചെയ്യുക, ലീഗലൈസ് ചെയ്യുക, ഇത് മാത്രമാണ് വഖഫിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ 2025 വഖഫ് ആക്ട് പഠിക്കുന്നതിന് മുൻപ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരു ഭൂമി കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുക? പ്രധാനമായിട്ടും ഭൂമിയുടെ ഉടമസ്ഥ അവകാശവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? സോ 1995 ആക്ടിലും 2013 ആക്ടിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വഖഫ് വേണമെങ്കിൽ നമുക്ക് വാക്കാൽ പറയാമായിരുന്നു. എന്തായിരുന്നു? വഖഫ് വേണമെങ്കിൽ നമുക്ക് വാക്കാൽ പറയാമായിരുന്നു. ഓക്കെ. സോ വാക്കാൽ പറയുമ്പോൾ ഒരു പ്രശ്നം എന്താണ്? കൃത്യമായിട്ടുള്ള ഒരു ഡീഡും ഒരു പവർ ഓഫ് അറ്റോർണിയോ അല്ലെങ്കിൽ ഒരു ആധാരമോ ഒന്നും ഇല്ല. സോ അതൊരു പ്രോബ്ലം ആയിരുന്നു. ആ പ്രോബ്ലത്തെ 2025 2025 വഖഫ് ബില്ല്, അതായത് പുതിയ വഖഫ് ബില്ല് അഡ്രസ് ചെയ്തിട്ട് പറഞ്ഞു കൃത്യമായിട്ടുള്ള ഡീഡ് ഉണ്ടായിരിക്കണം, കൃത്യമായിട്ടുള്ള എന്തുണ്ടായിരിക്കണം? നമ്മളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ. ദെൻ അപ്പോ കൊടുക്കൽ വാങ്ങലുകളുടെ ആദ്യത്തെ പ്രശ്നം എന്താണ്? വാക്കാലുള്ള കരാറാണ്. ദെൻ ഇത് ആരുടെ പ്രോപ്പർട്ടിയാണ്? അതായത് ഞാൻ എന്റെ വീട്ടിൽ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലാണ് കഴിയുന്നത്. സോ എനിക്ക് തോന്നുന്നു എന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് വഖഫാണെന്ന് ഞാൻ തലവനായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഓക്കെ. സോ ആ ഭൂമിയിൽ ബാക്കിയുള്ളവർക്ക് റൈറ്റ് ഉണ്ടാവില്ലേ? സ്ത്രീകൾക്ക് റൈറ്റ് ഉണ്ടാവും. അവിടെ ബാക്കിയുള്ള ആളുകൾക്ക് റൈറ്റ് ഉണ്ടാവില്ലേ? ഈ റൈറ്റിനെ അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ടോ? പെർട്ടിക്കുലർലി വുമൻസിന്റെ റൈറ്റിനെ അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ടോ? സോ ആ ഒരു കാര്യം കൂടി നമ്മളുടെ 2025 ആക്ട് അഡ്രസ് ചെയ്തു. ദെൻ മറ്റൊരു വിവാദമായ ഒരു പരാമർശം അല്ലെങ്കിൽ വിവാദമായ ഒരു ക്ലോസ് കൂടിയിട്ട് നമ്മളുടെ ഈ 2025 ആക്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തായിരുന്നു ആ വിവാദപരമായിട്ടുള്ള ഒരു ആക്ട് അല്ലെങ്കിൽ ആ ഒരു ക്ലോസ്? അതായത് ആർക്ക് വേണമെങ്കിലും വഖഫ് ചെയ്യാൻ പറ്റൂ എന്നൊരു ചോദ്യം വന്നു. സോ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റില്ല. ഇതിന് മുന്നേ വരെ ആർക്ക് വേണമെങ്കിലും വഖഫ് പ്രോപ്പർട്ടിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിസ്ത്യാനിക്കോ ഒരു ഹിന്ദുവിനോ ഒരു മുസൽമാനോ അല്ലെങ്കിൽ എന്താണ് ഒരു എത്തീസ്റ്റിനോ ആർക്ക് വേണമെങ്കിലും നമ്മുടെ വഖഫ് പ്രോപ്പർട്ടിയിലേക്ക് ഭൂമി വിട്ടുകൊടുക്കുകയോ ഗുഡ്സ് വിട്ടുകൊടുക്കുകയോ മൂവബിളോ ഇമ്മൂവബിളോ ആയിട്ടുള്ള പ്രോപ്പർട്ടി വഖഫായിട്ട് കണക്കാക്കാമായിരുന്നു. പക്ഷേ 2025 ആക്ട് പറഞ്ഞു മുസ്ലിം ആയതിനു ശേഷം ഒരു 5 വർഷം മുസ്ലിം റിലീജിയൻ പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ
എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ? വഖഫ് പ്രോപ്പർട്ടിയിലേക്ക് വഖഫ് പ്രോപ്പർട്ടിയിലേക്ക് സംഭാവനകൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ. അല്ലാത്ത ഒരാള്, അതായത് നിങ്ങൾ ഒരു മുസ്ലിം ആയിരിക്കണം, നിങ്ങൾ 5 വർഷം റിലീജിയസ് പ്രാക്ടീസ് ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ വഖഫിലേക്ക് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ ഇന്നലെ കോടതി എടുത്തൊന്ന് കുടഞ്ഞിട്ട് എന്ത് പറഞ്ഞു? മക്കളെ, നിങ്ങൾ വലിയ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന, ഓക്കെ, നിങ്ങൾ എന്താണ് നമ്മളുടെ ഡീഡുകൾ വേണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നിക്കാലിറ്റീസ് ഒക്കെ ഓക്കെ, പക്ഷേ റിലീജിയൻ എന്താണ്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്ന ഒരു കാര്യം മുസ്ലിങ്ങളായിരിക്കണം എന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം എന്ന് കൂടി നമ്മളുടെ കോടതി പറഞ്ഞു. സോ അതാണ് ഇവിടുത്തെ വിവാദമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഓൺലി പ്രാക്ടീസിംഗ് മുസ്ലിംസ് ഫോർ അറ്റ്ലീസ്റ്റ് 5 years ക്യാൻ ഡെഡിക്കേറ്റ് പ്രോപ്പർട്ടി ടു വഖഫ്. സോ അങ്ങനെ ഒരു കാര്യം 2013 അമെന്റ്മെന്റിലോ 1995 ആക്ടിലോ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതൊരു ഹ്യൂജ് പ്രോബ്ലം ആയിരുന്നു. ദെൻ മറ്റുള്ള പ്രോബ്ലം, ഒരു പ്രോപ്പർട്ടി വഖഫായിട്ട് നമ്മൾ കണക്ക് കൂട്ടി. അതിൽ ഒരു ഡിസ്പ്യൂട്ട് വന്നു. അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ ആർക്കായിരിക്കും ആ ഡിസ്പ്യൂട്ട് പരിഹരിക്കാനായിട്ടുള്ള അധികാരം? അതിനുള്ള അധികാരം വരുന്നത് 2025 അമെന്റ്മെന്റ് പ്രകാരം ഒരു 3-member ബോഡിക്കാണ്. 3-member ബോഡിയുടെ ഹെഡ് നമ്മളുടെ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും. ആരായിരിക്കും? ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും ഈ 3-member ബോഡിയുടെ ഹെഡ്. ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ഉണ്ടാകും. ദെൻ നമ്മളുടെ ആരുണ്ടാകും? സ്റ്റേറ്റിലെ ഒരു ഓഫീസർ ഉണ്ടാകും, പെർട്ടിക്കുലർ ഒരു ലാൻഡ് റവന്യൂ ഓഫീസർ ഉണ്ടാകും. ദെൻ മുസ്ലിം ലോയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുണ്ടാകും. പല മുസ്ലിം സംഘടനകളും പറഞ്ഞു മുസ്ലിം ലോയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളത് ആർക്ക് വേണമെങ്കിലും ആകാം. പക്ഷേ മുസ്ലിം റിലീജിയസുമായി ബന്ധപ്പെട്ട്, വഖഫുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ അവിടെ മുസ്ലിം റെപ്രസെന്റേഷൻ വേണം. ആ ഒരു കാര്യം കൂടിയിട്ട് നമ്മുടെ കോടതികൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ഇപ്പോൾ മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മുസ്ലിം പ്രതിനിധിയല്ലേ വേണ്ട, അല്ലെങ്കിൽ മുസ്ലിം നിയമത്തില് അഗ്രഗണ്യനായിട്ടുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. സോ ഈ ഒരു കാര്യം കൂടി അവിടെ പ്രോബ്ലം ആയിട്ട് വന്നു. ഓക്കെ, ദെൻ ട്രിബ്യൂണൽസിനെ റിഫോം ചെയ്തു. ദെൻ ഗവൺമെന്റ് ലാൻഡ് പ്രൊട്ടക്ഷൻ, അതായത് ഗവൺമെന്റും നമ്മളുടെ വഖഫും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ വഖഫ് ഭൂമിയും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. അതായത് എന്റെ കയ്യിലിരിക്കുന്ന ഭൂമി അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പ്ലോട്ട് വഖഫിന്റെ പ്രോപ്പർട്ടി ആണോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി ആണോ എന്നൊരു ചോദ്യം വന്നു. സോ പ്രശ്നം ഗവൺമെന്റും വഖഫും തമ്മിലായി. അങ്ങനെ ഒരു അവസരത്തിൽ ജില്ലാ കളക്ടറിന് അന്വേഷിച്ചിട്ട് ഇതില് നടപടിയെടുക്കാനായിട്ട് സാധിക്കും. അത് എവിടത്തെ ന്യായമാണ്? കാരണം ജില്ലാ കളക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ്, ഗവൺമെന്റിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. അവിടെ ജില്ലാ കളക്ടർ വർക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ജില്ലാ കളക്ടർ അന്വേഷിച്ച് നടപടി എടുക്കുമ്പോൾ അത് ബയസ്ഡ് ആകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ദെൻ രണ്ടാമത്തെ കാര്യം, ഗവൺമെന്റ് ലാൻഡ് പ്രൊട്ടക്ഷൻ, അതായത് ഗവൺമെന്റ് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റും വഖഫും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രശ്നം തീരുന്നത് വരെ ആ പ്രോപ്പർട്ടി വഖഫ് അല്ലാതായി മാറും. അതായത് ഗവൺമെന്റ് ആയിട്ടൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം തീരുന്നതുവരെ ആ പ്രോപ്പർട്ടി വഖഫ് അല്ലാതായിട്ട് മാറും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, ഇങ്ങനെയുള്ള ക്ലോസുകളൊക്കെയാണ് 2025 അമെന്റ്മെന്റിന് എന്ത് ചെയ്തത്? ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേജർ പ്രോബ്ലം എന്താണ്? വഖഫിന്റെ സത്വം എന്താണ്, അല്ലെങ്കിൽ വഖഫിന്റെ ഉദ്ദേശം എന്താണ്? ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് കോൺട്രിബ്യൂഷനുകളെ ലെജിറ്റിമൈസ് ചെയ്യുക, ലീഗലൈസ് ചെയ്യുക, ഭാവിയിൽ ഒരു പ്രശ്നമില്ലാത്ത ഒരു സിറ്റുവേഷൻ ആക്കി മാറ്റുക. ഓക്കെ, സോ അതായിരുന്നു നമ്മുടെ വഖഫ് നിയമത്തിന്റെ ലക്ഷ്യം. പക്ഷേ ചില പ്രൊവിഷനുകൾ, ചില കണ്ടീഷനുകൾ വെച്ച് കഴിഞ്ഞപ്പോൾ അത് നമ്മളെ മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മുസ്ലിം റിലീജിയസിനെ തകർക്കുവാനായിട്ടുള്ള ശ്രമമാണോ എന്നൊരു ചോദ്യം കൂടിയിട്ട് അവിടെയുള്ള സംഘടനകൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ അതാണ് ഇവിടുത്തെ റിയൽ പ്രോബ്ലം. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഏതാണ്? നമ്മളുടെ 5 വർഷമെങ്കിലും മുസ്ലിം റിലീജിയസ് പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ ഇത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ദെൻ ട്രിബ്യൂണലുകളിൽ അല്ലെങ്കിൽ നമ്മളുടെ കമ്മിറ്റികളിൽ എത്ര പേരാണ്? 3 മെമ്പറാണ്. അതില് ഒരു മുസ്ലിം വേണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പകരം എന്താണ്? മുസ്ലിം ലോയിൽ പ്രൊമനന്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം വേണ്ടതെന്നാ പറഞ്ഞത്. ദെൻ അതുകൂടാണ്ട് നമ്മളുടെ ഒരു ഗവൺമെന്റും വഖഫും ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ ജില്ലാ കളക്ടറിന് അതിൽ നടപടിയെടുക്കാം. അതൊരു ഹ്യൂജ് പ്രോബ്ലങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമ്മൾ കുറച്ച് നാളായിട്ട് കേരളത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. മുനമ്പം കേട്ടിട്ടുണ്ടാവും. മുനമ്പം
ഭൂസമരവുമായി ബന്ധപ്പെട്ടിട്ട് പല പ്രക്ഷോഭങ്ങളും കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുന്നേ നമ്മളുടെ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണെങ്കിലും അതിന് മുന്നേയുള്ള കാലഘട്ടങ്ങളിലൊക്കെ വാർത്തയിൽ വന്നിരുന്ന ഒരു സന്ദർഭമാണ്. സോ മുനമ്പത്ത് എന്തായിരുന്നു പ്രശ്നം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മുനമ്പം മുനമ്പത്തെ എന്താ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുനമ്പം പെർട്ടിക്കുലർലി വഖഫ് അനുവദിക്കപ്പെട്ടിരുന്ന ഭൂമിയായിരുന്നു. ഓക്കെ, കോഴിക്കോടുള്ള ഒരു വലിയൊരു കോളേജിന് ഈ ഭൂമി വഖഫായിട്ട് അനുവദിച്ചു കൊടുക്കപ്പെട്ട, എനിക്ക് തോന്നുന്നു ഫാറൂഖ് കോളേജ് ആണെന്ന് തോന്നുന്നു. സോ ഈ ഭൂമി വഖഫായിട്ട് അനുവദിച്ചു കൊടുക്കപ്പെട്ട കോളേജാണ്, ഭൂമിയായിരുന്നു. സോ ഇത്രയും ദൂരം ഉള്ളത് കൊണ്ട് ഇവരെന്ത് ചെയ്തില്ല, ഇവര് ഓട്ടോമാറ്റിക്കലി ഈ ഭൂമിയിലേക്ക് തിരിഞ്ഞു നോക്കാനായിട്ട് പോയില്ല. നമ്മളുടെ കോഴിക്കോട് നിന്നോ എറണാകുളത്തേക്ക് വന്നിട്ട് എറണാകുളത്തിന്റെ അറ്റത്തേക്ക് കൊടുങ്ങല്ലൂരിന്റെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഈ മുനമ്പം എന്ന് പറയുന്നത്. അതിനടുത്തുള്ള പ്രോപ്പർട്ടി തിരിഞ്ഞു നോക്കാനായിട്ടോ അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് സംരക്ഷിക്കാനായിട്ടോ ഇവർക്ക് സാധിച്ചില്ല വഖഫായിട്ട്. സോ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്തു, ഈ ഭൂമി തരം മാറ്റുകയും ബാക്കിയുള്ള ആളുകൾക്ക് വിൽക്കുകയും അതിനൊരു ആധാരം, തീരാധാരവും മുന്നാധാരവും പിന്നാധാരവും ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് വിൽക്കുകയും ചെയ്തു. സോ ഒരുമിച്ച് കിടന്നിരുന്ന ഈ വഖഫ് പ്ലോട്ടുകൾ ഇപ്പൊ കുറെ അധികം ആളുകളുടെ ഇടയിലേക്ക്, അല്ലെങ്കിൽ ഈ ഭൂമി കുറെ അധികം ആളുകളുടെ ഇടയിലേക്ക് എന്തായി, ഡിവൈഡ് ചെയ്തു പോവുകയും അവരുടെ ഒരു 3ാം തലമുറയാണ് ഇപ്പോ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ. സോ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് ഒരു പ്രോബ്ലം ക്രിയേറ്റ് ആയി. ഇത് ആരുടെ പ്രോപ്പർട്ടിയാണ്? ഒന്ന് സാധാരണ ജനങ്ങളുടെ പ്രോപ്പർട്ടിയാണോ, അല്ലെങ്കിൽ ഇത് വഖഫ് പ്രോപ്പർട്ടിയാണോ? വഖഫ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. വൺസ് വഖഫ് ഈസ് ഓൾവൈസ് വഖഫ്. ഒരു പ്രാവശ്യം വഖഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾവൈസ് വഖഫ്. സോ MLA നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഒരു നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു, ഇറ്റ്സ് ജസ്റ്റ് ആൻ സിവിൽ കേസ്, ഇതൊരു സിവിൽ കേസ് മാത്രമാണ്. സോ അന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, വഖഫ് അമെന്റ്മെന്റ് ആക്ടുകൾ വന്നു കഴിഞ്ഞാൽ ഇതിന് ഒരു പരിഹാരമാകുമോ? ഇതിനെങ്ങനെയാണ് വഖഫ് അമെന്റ്മെന്റ് ആക്ട് വന്നു കഴിഞ്ഞാൽ പരിഹാരമാവുക? ഇറ്റ്സ് എ സിവിൽ കേസ്, അതായത് കോടതികൾ തീർപ്പാക്കേണ്ട ഇത് വഖഫാണോ അല്ലയോ എന്ന് അവിടുത്തെ രേഖകളും കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് കോടതികൾ തീർപ്പാക്കേണ്ട ഒരു ഉത്തരവ് മാത്രമാണ് ഈ മുനമ്പം കേസിലുള്ളത്. ഓക്കെ, സോ എല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ട് കൺഫ്യൂഷൻ ആകരുത്, വാർത്തയിൽ ഒരുപാട് കാര്യങ്ങൾ വരും. സോ എന്താണ് മുനമ്പം കേസ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ദെൻ വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട വഖഫ് അമെന്റ്മെന്റ് ആക്ട് 2025 എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. സോ ഡീറ്റെയിൽ ആയിട്ട് ഈ 2 ഡിസ്കഷനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകണം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ്, GEM എന്ന് പറയും. അതായത് ഗവൺമെന്റ് പ്രൊക്യൂർമെന്റുകൾ നടത്തും. അതായത് എന്താണ് ഗവൺമെന്റ് പ്രൊക്യൂർമെന്റുകൾ നടത്തുക? ഗവൺമെന്റിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത് എങ്ങനെയാണ്? ഗവൺമെന്റ് ടെൻഡറുകൾ വിളിക്കും. അതായത് നമ്മളുടെ പഞ്ചായത്തിൽ ഒരു 50 കമ്പ്യൂട്ടറുകൾ വാങ്ങണം. നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ ഒരു 50 കമ്പ്യൂട്ടറുകൾ വാങ്ങണം. എങ്ങനെയാണ് അവർ വാങ്ങിക്കുന്നത്? നാളെ പോയിട്ട് നമ്മളുടെ മൈജി ഷോറൂമിൽ ചെന്ന് എനിക്ക് ഒരു 50 കമ്പ്യൂട്ടർ വേണം എന്ന് പറഞ്ഞൊരു ബില്ല് മേടിച്ചിട്ട് രാവിലെ വന്ന് അവിടെ ഇരിക്കില്ല അവര്, ഇല്ല. പകരം എങ്ങനെയാണ് അവിടെ കമ്പ്യൂട്ടറുകൾ വാങ്ങുന്നത്? കമ്പ്യൂട്ടർ വാങ്ങുന്നത് കൃത്യമായിട്ടൊരു ടെൻഡർ വിളിക്കും അവർ. അതായത് ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കും, ഒരു ടെൻഡർ വിളിക്കും. അവിടെ ഡിഫറൻറ്റ് കമ്പ്യൂട്ടർ സെല്ലേഴ്സിന് പങ്കെടുക്കാം. അവരുടെ അടുത്തും അല്ലെങ്കിൽ പുറത്തുമുള്ള എല്ലാ കമ്പ്യൂട്ടർ സെന്റേഴ്സിനും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കൊടുക്കുവാൻ താല്പര്യമുള്ള, നമ്മളുടെ സർക്കാരിന് കമ്പ്യൂട്ടർ കൊടുക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഈ ടെൻഡർ ചെല്ലും. അല്ലെങ്കിൽ ഈ ടെൻഡർ കണ്ടിട്ട് നമുക്ക് പഞ്ചായത്തിലേക്ക് ചെല്ലാം. പഞ്ചായത്ത് ഒരു ഓപ്ഷൻ നടപടികൾ ക്രിയേറ്റ് ചെയ്യും. അവരോട് പറയും, നിങ്ങളൊരു കൊട്ടേഷൻ തരൂ, 30 കമ്പ്യൂട്ടർ അല്ലെങ്കിൽ 40 കമ്പ്യൂട്ടറിന് ഇത്ര രൂപയ്ക്ക് ഞങ്ങൾ തന്നോളാം എന്ന് പറഞ്ഞൊരു കൊട്ടേഷൻ തരും. ഓക്കെ, ആ കൊട്ടേഷനിൽ നമ്മൾ നോർമലി ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ബിഡിങ് നടത്തും, അല്ലെങ്കിൽ ലേലം വിളിക്കും. പെർട്ടിക്കുലർലി ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് കമ്പ്യൂട്ടർ നൽകാൻ സാധ്യതയുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങും. ഇങ്ങനെയാണല്ലോ ഗവൺമെന്റ് പ്രൊക്യൂർ ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരും ഇങ്ങനെയാണ് പ്രൊക്യൂർ ചെയ്യുന്നത്, കേന്ദ്ര സർക്കാരും ഇങ്ങനെയാണ് പ്രൊക്യൂർ ചെയ്യുന്നത്. ഓക്കെ, സോ ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ വഴിയാണ്. പക്ഷേ ഈ ഓപ്ഷനിൽ പല കറപ്ഷനുകളും നടക്കാലോ. നെപ്പോട്ടിസം നടക്കാം, അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ട് ആളുകൾക്ക് ഈ ടെൻഡറുകൾ മറച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പല മാൽ പ്രാക്ടീസസും നടക്കാം. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറപ്ഷനും മാൽ പ്രാക്ടീസസും അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഗവേണൻസ് ബെറ്റർ സർവീസ് ഡെലിവേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ്, അതായത് ഗവൺമെന്റിന്റെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു ആമസോൺ ആണ്
ഈ ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ ജെം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന് സാധനങ്ങൾ വാങ്ങാനായിട്ട്, അതായത് ഗവൺമെന്റിന് കോവിഡ് വാക്സിൻ വേണമെന്ന് വിചാരിക്കുക. കോവിഡ് വാക്സിൻ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് നമ്മൾ ബിഡ് ചെയ്യും, അല്ലെങ്കിൽ ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് നമ്മൾ കോട്ട് ചെയ്യും. ഗവൺമെന്റ് ഈ GEM വെബ്സൈറ്റിൽ നിന്ന് ആരെ കണ്ടുപിടിക്കണം? നമ്മളുടെ സെല്ലറിനെ കണ്ടുപിടിക്കുകയും ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് അല്ലെങ്കിൽ അനുസൃതമായിട്ടുള്ള രീതിയിൽ അവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കണം. സോ എന്താണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ ഉദ്ദേശം? പുറത്തുനിന്ന് വാങ്ങിക്കുന്നതും ഇതും തമ്മിൽ വ്യത്യാസം എന്താണ്? അതായത് ഗവൺമെന്റിന് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത്, എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്, വേറെ ആരെങ്കിലും അതിലും കുറഞ്ഞ തുകയ്ക്ക് അവിടെ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ, എന്തുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡാറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ടും അത് മോണിറ്റർ ചെയ്യാനായിട്ടും ട്രാൻസ്പെറൻസി ഉറപ്പാക്കാനായിട്ടും സാധിക്കും. ഓക്കെ, സോ ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദെൻ ഇന്നത്തെ ഓപ്പൺ എഡിറ്റോറിയലിലെ പ്രോബ്ലം എന്താണ്? ഇന്നത്തെ ഓപ്പൺ എഡിറ്റോറിയലിലെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തതും ഇംപ്ലിമെന്റ് ചെയ്തതും നല്ല കാര്യം തന്നെയാണ്. 2016 നമ്മൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നതും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇത് നല്ല കാര്യമാണ്. പക്ഷേ ഇത് ഒരു സിസ്റ്റം ഫെയിലിയർ അല്ലെങ്കിൽ സിസ്റ്റം ഡിലേ ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സിസ്റ്റം ഡിലേ ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ ഒരു പ്രോബ്ലത്തെ അല്ലെങ്കിൽ ആ ഒരു വ്യൂ പോയിന്റിനെ അഡ്രസ് ചെയ്യുന്നതാണ് ഇന്നത്തെ ആർട്ടിക്കിൾ. ഓക്കെ, സോ എങ്ങനെയാണ് ഇവിടെ ഒരു സിസ്റ്റം ഡിലേ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മളുടെ COVID-19 വന്നിട്ടുണ്ടായിരുന്നു. COVID-19 വന്നപ്പോൾ കേരളത്തില് ഒരു കറപ്ഷൻ ആരോപണം ഉന്നയിച്ചു പ്രതിപക്ഷം. എന്താണ്? നമ്മളുടെ PPE കിറ്റുകൾ, നമ്മൾ ധരിച്ചിരുന്ന COVID-19 PPE കിറ്റുകൾ കൂടുതൽ തുകയ്ക്ക് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയിട്ട് ആര് വാങ്ങി? അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന KK ശൈലജ വാങ്ങിച്ചു എന്നൊരു ആരോപണം നമ്മളുടെ ആരുടെ ഭാഗത്ത് നിന്ന്? പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടങ്ങളിൽ, കഴിഞ്ഞ നിയമസഭാ സമ്മേളനം കൂടുന്ന സമയങ്ങളിൽ പോലും ഇത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അങ്ങനെ ഒരു ആരോപണം വന്നു. സോ ആ ആരോപണത്തിൽ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ COVID-19 ഭയങ്കരമായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം. പലരും PPE കിറ്റുകളുടെ ഡിമാൻഡ് കൂടി പോകുന്നു. സോ 400 രൂപയുണ്ടായിരുന്ന PPE കിറ്റുകൾ 1500 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിക്കേണ്ട ഒരവസരം വന്നത്. ഓക്കെ, സോ ആ ഒരു ഡിമാൻഡ് ഗവൺമെന്റ് എങ്ങനെയാണ് അതിനെ അല്ലെങ്കിൽ ഈ ഒരു ആരോപണത്തെ തടുക്കുന്നത്, ഹിൻഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് നമ്മളുടെ സാഹചര്യം, പെർട്ടിക്കുലർ സാഹചര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ COVID-19 കാലത്ത് നമ്മൾ അടുത്തത് നെക്സ്റ്റ് എന്താണെന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. സോ ഏറ്റവും കൂടുതൽ വിലക്കാണെങ്കിലും അല്ലെങ്കിൽ 1500 രൂപയ്ക്കാണെങ്കിലും PPE കിറ്റുകൾ കിട്ടുക, കൃത്യമായിട്ട് ആരോഗ്യ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു അന്നത്തെ ആവശ്യം എന്നുള്ളത്. ഓക്കെ, സോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്ന് ആ 1500 രൂപ കൊടുത്ത് PPE കിറ്റുകൾ വാങ്ങിച്ചത് എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ KK ശൈലജ ടീച്ചറും നമ്മളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞത്. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്. സോ ഇവിടെയാണ് നമ്മളുടെ ഒരു ഗവൺമെന്റ് പ്രൊക്യൂർമെന്റിന്റെ ഒരു പ്രോബ്ലം കിടക്കുന്നത്. എന്താണ് ഗവൺമെന്റ് പ്രൊക്യൂർമെന്റിന്റെ ഒരു പ്രോബ്ലം? ഗവൺമെന്റ് നോർമലി പ്രൊക്യൂർ ചെയ്യുന്നത് ലിമിറ്റഡ് റേറ്റുകളിലാണ്. അതായത് ഏറ്റവും താഴെ ആര് ബിഡ് ചെയ്യുന്നു, അതായത് ഒരു കാറിന് 1 ലക്ഷം രൂപയാണെങ്കിൽ ആ കാർ 80,000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ മാത്രമേ ഗവൺമെന്റ് നോർമലി പ്രൊക്യൂർ ചെയ്യാറൂ. അതായത് ലീസ്റ്റ് ആര് കോട്ട് ചെയ്യുന്നോ അവരുടെ ആണ് നമ്മൾ കോട്ടായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. പക്ഷേ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇതിന്റെ ക്വാളിറ്റി അല്ലെ, ഇതിന്റെ ക്വാളിറ്റി, ഇതിന്റെ സർവീസ് ഡെലിവറി, ഇതിന്റെ എഫക്റ്റീവ്നെസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്തു പോകാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്താണ്, ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഒരു ലാബുകളിലേക്ക്, അതായത് നമ്മളുടെ റിസർച്ച് ലാബുകളിലേക്ക്, ഇപ്പൊ ഐസറിന്റെ ലാബുകളിലേക്ക് അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും റിസർച്ച് ലാബുകളിലേക്ക് നമുക്ക് നൂതനമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലോകത്തിലുള്ള എല്ലാവരോടും, അതായത് AI ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു സാങ്കേതിക വിദ്യ വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും?
ടെക്നോളജി വരുന്ന അല്ലെങ്കിൽ ടെക്നോളജിയുടെ സാങ്കേതിക വിദ്യ ടെക്നോളജി വിൽക്കുന്ന ആളുകളെ നമ്മൾ ലീസ്റ്റ് ബിഡ് ചെയ്യുന്ന ആളുകളെ നമ്മൾ എടുക്കും. അതാണ് നോർമൽ പ്രാക്ടീസസ്. പക്ഷേ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ന്യൂ ടെക്നോളജിയാണ്, അത് വളർന്നു വരുന്നേ ഉള്ളൂ. അതില് നല്ല AI കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നല്ല ടെക്നോളജി കിട്ടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൂടുതൽ പൈസ കൊടുക്കണം. ഈ കുറച്ച് ബിഡ് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത സാധനമായിരിക്കും നമുക്ക് തരുന്നത്. അതെല്ലാം അവിടുത്തെ പ്രോബ്ലമാണ്. സോ പ്രൊക്യൂർമെന്റിലെ ഒരു പ്രോബ്ലമാണ് ഈ ലീസ്റ്റ് ബിഡിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലം എന്താണ്? ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ബിഡറിനെ ഈ സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ കണ്ടുപിടിക്കണം. അതൊരു ഹ്യൂജ് പ്രോബ്ലം അല്ലേ? പ്രോബ്ലമാണ്. ഫോർ എക്സാമ്പിൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ടെക്നോളജി ഉള്ള ഒരാളെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസിൽ കയറിയിട്ട്, നമ്മളാണ് ഗവൺമെന്റ് എന്ന് വിചാരിക്കുക, നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസിൽ കയറിയിട്ട് നമ്മൾ AI ടെക്നോളജി ഉള്ള ഒരാളെ കണ്ടുപിടിക്കണം. സോ AI ടെക്നോളജി ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസിൽ വിൽക്കുന്ന ഒരാൾ ഉണ്ടായിരിക്കണം. ദെൻ എന്താണ്, നമുക്ക് പറ്റുന്ന വിലയിൽ, അതായത് ലീസ്റ്റ് കോസ്റ്റ് ആണ് നോർമലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൈസ്, ആ പ്രൈസിൽ എന്ത് ചെയ്യുന്ന വിൽക്കുന്ന ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസിലുള്ള ഒരാളെ നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരാളില്ലെങ്കിൽ മുന്നത്തെ നിയമപ്രകാരം 2022-23 നിയമങ്ങൾ വരെ എന്തായിരുന്നു? അങ്ങനെ ഒരാൾ ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കണം. മനസ്സിലായോ? അതായത് ന്യൂക്ലിയർ ടെക്നോളജിയിൽ ഒരു റിസർച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഉപകരണം എന്റെ യൂണിവേഴ്സിറ്റിക്ക് വേണം എന്നൊരു വൈസ് ചാൻസലർ തീരുമാനിക്കുകയാണ്. അദ്ദേഹം ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസിൽ കയറിയിട്ട് എന്ത് ചെയ്യണം? ന്യൂക്ലിയർ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഉപകരണം വിൽക്കുന്ന ഒരാളെ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരാളില്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കണം. അങ്ങനെ ഒരാളെ പുറത്തു നിന്ന് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം ഈ ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസിലേക്ക് ജോയിൻ ചെയ്തിട്ട് അതിൽ നിന്ന് ബിഡ് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം. സോ ദാറ്റ് ക്രിയേറ്റ്സ് എ ടൈം ഡിലേ. ചിലപ്പോ പെട്ടെന്ന് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ചില ടെക്നോളജികൾ ഉണ്ടാകാം, ചില കാര്യങ്ങൾ ഉണ്ടാകാം, ചില റിസർച്ചുകൾ ഉണ്ടാകാം. ഇതിനെല്ലാം ടൈം ഡിലേ സംഭവിക്കും. അതാണ് ഇവിടെ അഡ്രസ് ചെയ്യപ്പെടുന്ന മേജർ പ്രോബ്ലം. ഓക്കെ, സോ ജെം എന്താണെന്ന് മനസ്സിലായല്ലോ, ജെമ്മിന്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. എന്താണ് കറപ്ഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുക. സോ ജെം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ടെക്നോളജി തന്നെയാണ്. കറപ്ഷൻസ് ഡിക്രീസ് ചെയ്യുക, ട്രാൻസ്പെറൻസി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതെല്ലാം വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി തന്നെയാണ് ഈ ജെം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പക്ഷേ ഈ പ്രൊക്യൂർമെന്റിൽ എല്ലാവർക്കും ഈ ജെം അല്ലെങ്കിൽ ഒരു ഇന്ത്യ സ്പെസിഫിക് ടോട്ടലി ഒരൊറ്റ പ്ലാൻ കൊണ്ട് നമുക്ക് ഈ പ്രൊക്യൂർമെന്റിലെ പ്രോബ്ലം അഡ്രസ് ചെയ്യപ്പെടാൻ പറ്റില്ല. കാരണം എന്താണ്? പല ടെക്നോളജികളും ഇമ്മീഡിയറ്റ് ആയിട്ട് ഹയർ ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവൈലബിൾ ആക്കേണ്ടതും ഉണ്ടാകും. ഓക്കെ, സോ അത് അഡ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ കറന്റ്ലി ഒരു റിഫോം കൊണ്ടുവന്നിരിക്കുകയാണ്. ഓക്കെ, സോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെഡുകൾക്ക്, അതായത് ഈ നോർമലി എന്താണ് ജെമ്മിലൂടെയാണ് നമ്മളുടെ മാർക്കറ്റ് പ്ലേസിലൂടെയാണ് നമ്മൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെഡുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഐസറിന്റെ ഹെഡിന് തോന്നുകയാണ്, അല്ലെങ്കിൽ CSIRന്റെ ഹെഡിന് തോന്നുകയാണ്, നമുക്ക് 200 കോടി വരെയുള്ള എക്സ്പെൻഡിച്ചറുകൾ, അതായത് ഗ്ലോബൽ ടെൻഡേഴ്സിന്റെ 200 കോടി വരെയുള്ള തുകയ്ക്കുള്ളതിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിക്കണം എന്നില്ല. പകരം നിങ്ങൾക്ക് അതിന്റെ ഔട്ട്വേർഡിൽ നിന്ന്, അതായത് പുറത്തു നിന്ന് വേണമെങ്കിൽ വാങ്ങിക്കാം, ഒരു കുഴപ്പമില്ല. സോ അത് ഒരു ഹ്യൂജ് ഷിഫ്റ്റ്. ഫോർ എക്സാമ്പിൾ, CSIR ലബോറട്ടറിയിൽ COVID-19 കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു മെഷീൻ വേണം. അതിന് ഒരു 150 കോടി രൂപ ചെലവാകുന്ന ഒരു പ്രൊജക്ട് ആണ്. സോ നമ്മൾ ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് അവിടെ വെണ്ടർ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട. പകരം എന്ത് ചെയ്യാം? നമുക്ക് പുറത്തു നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ പുറത്തു നിന്ന് നമുക്ക് വാങ്ങിക്കാനായിട്ടുള്ള അധികാരം ആർക്ക് കൊടുത്തു? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെഡുകൾക്ക് കൊടുത്തിരിക്കുകയാണ്. സോ അതൊരു ബ്രേക്ക് ത്രൂ റിഫോമാണ്. ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസും പുറത്തു നിന്നുള്ള പ്രൊക്യൂർമെന്റും ഈക്വലി പാരലലി വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്ക് വേണം. ഓക്കെ, സോ ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസിന്റെ പ്രോബ്ലം എന്താണ്? ഡിലേ ക്രിയേറ്റ് ചെയ്യും. സോ ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണ്ട സ്ഥലത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി പ്രകാരം എന്ത് ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ് അല്ലാണ്ട് പുറത്തു നിന്ന് പ്രൈവറ്റ് പ്രൊക്യൂർമെന്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. സോ
അതാണ് ഈ ഒരു ഡിസ്കഷൻ ഓൾ അബൌട്ട്. ഇവിടെ നമ്മളുടെ ഓതർ പറയുന്ന ഒന്ന് രണ്ട് എക്സാമ്പിളുകളുണ്ട്. ഒന്ന് ജർമ്മനിയുടെ സക്സസ് ആണ്. ജർമ്മനിയുടെ സക്സസ് ആണ്. സോ അവിടെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വേർഡ് ഉണ്ട്, കാറ്റലറ്റിക് പ്രൊക്യൂർമെന്റ്. കാറ്റലിസ്റ്റിക് പ്രൊക്യൂർമെന്റ് എന്താണ്? കാറ്റലിസ്റ്റിക് പ്രൊക്യൂർമെന്റ് അതായത് നോർമൽ പ്രൊക്യൂർമെന്റ്, നമ്മളുടെ ജെമ്മിലുള്ള പ്രൊക്യൂർമെന്റ്, ഗവൺമെന്റ് ഇനേബിൾഡ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസിലുള്ള പ്രൊക്യൂർമെന്റ്, അതെന്താണ്? കാറ്റലിസ്റ്റിക് പ്രൊക്യൂർമെന്റ് അല്ല. അതായത് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രൊക്യൂർമെന്റ് അല്ല. പകരം എന്താണ് ജർമ്മനിയുടെ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജർമ്മനിയുടെ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈടെക് സ്ട്രാറ്റജികൾ പെട്ടെന്ന് അക്യൂർബ് ചെയ്യുന്ന അല്ലെങ്കിൽ കാറ്റലിസ്റ്റിക് ഗ്രോത്തിന് കാറ്റലിസ്റ്റിക്കുകളാവുന്ന പ്രൊക്യൂർമെന്റുകളാണ്. ദെൻ യു എസിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, സൗത്ത് കൊറിയയുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. സൗത്ത് കൊറിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് സാംസങ് ആണ്. സോ പെട്ടെന്ന് സാംസങ്ങിന് സൗത്ത് കൊറിയയിൽ ഒരു റിസർച്ച് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു പുതിയൊരു മെഷീൻ അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നമുക്ക് വാങ്ങിക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരു ഇന്റലിജൻസ് പ്രോപ്പർട്ടി നമുക്ക് റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വാങ്ങണം. സൗത്ത് കൊറിയയിൽ എങ്ങനെയായിരിക്കും? നമ്മളുടെ ഗവൺമെന്റ് അപ്രൂവ്ഡ് റൂട്ടിൽ കൂടിയിട്ടായിരിക്കും വാങ്ങുന്നത്? ഇല്ല, പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് വലിയ വിലക്കാണെങ്കിലും ആ ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതിലേക്ക് നമ്മൾ പോകും. ഓക്കെ, സോ ഈ ഒരു ഡിലേ, ടൈമിംഗ് ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുതിയ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ പുതിയ ടെക്നോളജികളിൽ നമ്മൾ പിന്നിലെത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ആ ഒരു കാര്യത്തെയാണ് ആര് ലിമിറ്റ് ചെയ്യുന്നത്? നമ്മളുടെ ഗവൺമെന്റ് ഈ ഒരു പ്രോബ്ലത്തിലൂടെ ലിമിറ്റ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ ഇതിൽ പറയാം. നമ്മളുടെ 2G സ്പെക്ട്രം സ്കാം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2G സ്പെക്ട്രം സ്കാം മൻമോഹൻ സിംഗ് ഗവൺമെന്റിനെ 2010-ലും 2011-ലൊക്കെ വലിച്ചു താഴെയിടാൻ കാരണമായിട്ടുള്ള, മോദി ഗവൺമെന്റിന്റെ അധികാരത്തിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണമായിട്ട് പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ 2G സ്പെക്ട്രം സ്കാം. 2G സ്പെക്ട്രം സ്കാം എന്താ ചെയ്തേ? അതായത് ഗവൺമെന്റ് സ്പെക്ട്രം ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതായത് 2Gക്ക് വേണ്ടിയിട്ടുള്ള സ്പെക്ട്രങ്ങൾ നമ്മളുടെ ഹൈ പണമുള്ളവർക്ക് എന്ത് ചെയ്യാം? ബിഡ് ചെയ്യാം. അദാനി ബിഡ് ചെയ്യും, അംബാനി ബിഡ് ചെയ്യും, റിലയൻസ് ബിഡ് ചെയ്യും, എയർടെൽ ബിഡ് ചെയ്യും, ഡോകോമോ ബിഡ് ചെയ്യും. ഇങ്ങനെ പണമുള്ളവർക്ക് ബിഡ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ബിഡ് ചെയ്യുന്ന ആൾക്ക് കൂടുതൽ സ്പെക്ട്രം കിട്ടും. പക്ഷേ അതൊരു കോമ്പറ്റീഷൻ ഉറപ്പാക്കില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ നോർമൽ ബിഡിങ് 2G സ്പെക്ട്രത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാതെ പോകുന്നത്. സോ നോർമലി നമ്മളുടെ റേറ്റ് എന്താണ്? നമ്മളുടെ ലൈൻ ഓഫ് തോട്ട് എന്താണ്? ഏറ്റവും കൂടുതൽ ബിഡ് ചെയ്യുന്ന ആൾക്ക് കൊടുക്കും. പ്രൊക്യൂർമെന്റിന്റെ കാര്യത്തിൽ ഏറ്റവും കുറവ് ബിഡ് ചെയ്യുന്ന ആൾക്ക് കൊടുക്കും. ഓക്കെ, പക്ഷേ അവിടെ ക്വാളിറ്റി എൻഷുർ ചെയ്യപ്പെടാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രോബ്ലം. ഓക്കെ, പ്രൊക്യൂർമെന്റിന്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ വില കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ കറപ്ഷൻ ആരോപിക്കും. ഓക്കെ, സോ 2G സ്പെക്ട്രത്തിൽ സംഭവിച്ചത്, നമ്മൾ ബിഡിങ് വേണ്ട എന്ന് വെച്ചു. നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ 2G സ്പെക്ട്രം സ്കാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള യൂട്യൂബിലെ 1-2 വീഡിയോസോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ സ്കാം അല്ലെങ്കിൽ എന്താണ് ഇതിനെ മിസ് റെപ്രസെന്റ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മളുടെ മൊണ്ടേക് സിംഗ് അലുവാലിയയുടെ ഒരു ബുക്ക് ഉണ്ട്. ഏതാണ്? ദ ബാക്ക് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മളുടെ മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അന്നത്തെ ഫിനാൻസ് സെക്രട്ടറി അല്ലെങ്കിൽ അതേ ഒരു പൊസിഷൻ വഹിച്ചിരുന്ന ആളാണ് നമ്മളുടെ ഈ മൊണ്ടേക് സിംഗ് അലുവാലിയ. സോ അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഉണ്ട്, ബാക്ക് സ്റ്റേജ്. അതിൽ ഈ 2G സ്പെക്ട്രം സ്കാമിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട് മറ്റൊരു പേഴ്സ്പെക്റ്റീവിലൂടെ. സോ ആ പേഴ്സ്പെക്റ്റീവ് മൊത്തമായിട്ട് കറക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അങ്ങനെ ഒരു പേഴ്സ്പെക്റ്റീവ് കൂടിയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കണം. സോ ഈ ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ദെൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊക്യൂർമെന്റിൽ കറന്റ് ഉള്ള ഫിനാൻഷ്യൽ പ്രൊക്യൂർമെന്റ് റൂൾസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് എന്താണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്? നമുക്ക് GEM വേണം. അതായത് ഗവൺമെന്റ് ഈ പ്രൊക്യൂർമെന്റ് നമുക്ക് വേണം. എന്നാൽ അതിന്റെ ഡിലേസിനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റ് പ്രൊക്യൂർമെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടി വേണം. സോ ഒരു പ്രൈവറ്റ് പ്രൊക്യൂർമെന്റ് ഓപ്പർച്യൂണിറ്റീസും ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസും രണ്ടും കൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എന്നാൽ മാത്രമേ നമ്മളുടെ പ്രൊക്യൂർമെന്റുകൾ വേൾഡ് ബെസ്റ്റ്, നമ്മൾ 2047 എത്ര $1 ട്രില്യൺ എക്കോണമിയാണ്?
$20 ട്രില്യൺ, $40 ട്രില്യൺ. സോ $30 ട്രില്യൺ എക്കോണമിയിലേക്ക് എന്തോ ആണ്. സോ ആ ഒരു ഡ്രീം ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ പ്രൊക്യൂർമെന്റിന്റെ കാര്യത്തിൽ ഇന്ത്യൻ GDP-യുടെ 20% നമ്മൾ പൈസ ചെലവാക്കുന്നത് ഗവൺമെന്റ് പ്രൊക്യൂർമെന്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. സോ അതിൽ ട്രാൻസ്പെറൻസി ഉറപ്പാക്കുക, എന്നാൽ ഡിലേസ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ലക്ഷ്യമായിരിക്കണം. ഓക്കെ, സോ ആ ആർട്ടിക്കിളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ന്യൂസ് ആർട്ടിക്കിളിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് സിംപ്ലി റിലേറ്റഡ് ടു വുമൻസ് എക്കോണമിക് പൊട്ടൻഷ്യൽ വിസിബിൾ. അതായത് വുമൻസിന്റെ എക്കോണമിക് പാർട്ടിസിപ്പേഷനുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ എക്കോണമിക് അംബീഷനുകളുമായി ബന്ധപ്പെട്ട് ബെറ്റർ ഡാറ്റാസ് വേണം, വിച്ച് മീൻസ് ബെറ്റർ ജെൻഡർ ഡാറ്റാസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, കളക്ട് ചെയ്യണം എന്നാണ് ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇതിന് മുന്നേയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? വുമൻസ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ. ആരെങ്കിലും ഓർക്കുന്നുണ്ട് എത്രയാണ് ഇന്ത്യയുടെ വുമൺ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ? 2 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ഒന്ന്, വുമൻസ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ എത്രയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം? ഒരു ഏകദേശ കണക്ക്. 50% വുമൻസ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ? അല്ല, 41%. 40%-നോട് അടുത്താണ് നമ്മളുടെ ടോട്ടൽ വുമൻസ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ. രണ്ടാമത്തെ ചോദ്യം, അർബൻ വുമൺ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ ആണോ റൂറൽ വുമൻസ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ ആണോ കൂടുതൽ? ഓഫ് കോഴ്സ് നമ്മൾ നോർമലി ചിന്തിക്കുമ്പോൾ എന്താണ്? അർബൻ ആയിരിക്കാനാണ് സാധ്യത. പക്ഷേ അർബൻ അല്ല. ഞാൻ അന്ന് അതിനൊരു കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫെമിനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ദെൻ നമ്മളുടെ മൈഗ്രേഷനുകൾ കൂടുന്നു. അതുമായി ബന്ധപ്പെട്ട് അർബൻ വുമൻസ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ അല്ല കൂടുന്നത്, പകരം റൂറൽ വുമൻസ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ ആണ് കൂട്ടുന്നത് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ദെൻ എന്താണ് ഏറ്റവും കൂടുതൽ വുമൻസ് വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? TCS-ലും വിപ്രോയിലുമാണോ? TCS-ലും വിപ്രോയിലുമാണോ ഏറ്റവും കൂടുതൽ വുമൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത്? അല്ല. വുമൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ പ്രൈമറി സെക്ടറിലാണ്, പെർട്ടിക്കുലർലി അഗ്രികൾച്ചറൽ സെക്ടറിലാണ്. അന്ന് ഞാൻ അതിനും എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫെമിനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. എങ്ങനെയാണ് ഈ ഫെമിനൈസേഷൻ അഗ്രികൾച്ചറിൽ നടക്കുന്നതെന്നും അതുമായി ബന്ധപ്പെട്ട് അഗ്രികൾച്ചറൽ ഇൻകം ചില സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകൾ പ്രകാരം കൂടുന്നതായിട്ടും കാണുന്നുണ്ട്. സോ അതിനെന്താണ് എക്സാമ്പിൾ? അനിമൽ ഹസ്ബൻഡറി കൂടി ചെയ്യുന്നു, ദെൻ രണ്ടും കൂടി, അതായത് മിക്സഡ് ക്രോപ്പിംഗ് നടത്തുന്നു, അല്ലെങ്കിൽ എന്താണ് അരിയും നമ്മളുടെ വീറ്റും കൾട്ടിവേറ്റ് ചെയ്യുന്നതിനോടൊപ്പം കന്നുകാലികളെ വളർത്തുന്നു. സോ ഇതെല്ലാം കാരണം എന്താണ്? കുറച്ചും കൂടി പ്രോഫിറ്റ് അഗ്രികൾച്ചറൽ ഏരിയാസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ റൂറൽ വുമൻസ് പാർട്ടിസിപ്പേഷൻ ആണ് അർബൻ വുമൻസ് പാർട്ടിസിപ്പേഷനേക്കാളും കൂടുതൽ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു. ദെൻ പലപ്പോഴും ഈ ജെൻഡർ ഡാറ്റയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റാസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഒറ്റ കാര്യമേ പറയാറുള്ളൂ, എന്താണ്? വുമൺ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേഷ്യോ. ഞാൻ അതല്ലാണ്ട് വേറെ ഏതെങ്കിലും റേഷ്യോനെ കുറിച്ച് ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ പറയാത്തെ? വേറെ റേഷ്യോകൾ അങ്ങനെ അധികമായിട്ടില്ല. കാരണം ജെൻഡർ ബേസ്ഡ് ആയിട്ട് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മളുടെ നേഷൻ വൈഡ് ആയിട്ടുള്ള ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫോർമേഷനുകൾ ലഭ്യമല്ല. നമുക്കൊരു ജെൻഡർ ബഡ്ജറ്റിംഗ് ഉണ്ട്. നമുക്ക് ജെൻഡർ ബഡ്ജറ്റിംഗിലേക്ക് വരാം ഡീറ്റെയിൽ ആയിട്ട്. സോ ജെൻഡർ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന കാര്യമുണ്ട്. അല്ലാണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റാസ് നമ്മളുടെ കയ്യിൽ കുറവാണ്. ഓക്കെ, സോ അതൊരു പ്രോബ്ലമാണ്. പക്ഷേ ഈ അടുത്ത് നമ്മളുടെ ഉത്തർപ്രദേശ് സർക്കാർ, യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് സർക്കാർ എന്ത് ക്രിയേറ്റ് ചെയ്തു? വുമൻസ് എക്കോണമിക് എംപവർമെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന വുമൻസ് എക്കോണമിക് എംപവർമെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തു. സോ ഡിഫറെന്റ് ഫാക്ടേഴ്സ് നമ്മളുടെ വുമൻസിന്റെ പാർട്ടിസിപ്പേഷൻ, ഡിഫറെന്റ് മേഖലയിലുള്ള പാർട്ടിസിപ്പേഷനുകൾ അനലൈസ് ചെയ്യും. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, എഡ്യൂക്കേഷൻ, സ്കില്ലിംഗ് പ്രോഗ്രാംസ്, എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ലൈവ്ലിഹുഡ്, മൊബിലിറ്റി ടു ആക്സസ്. നമ്മുടെ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ ഒരു ഓപ്പൺ എഡിറ്റോറിയൽ നമ്മൾ ഈ ഡിസ്കഷൻ ഒക്കെ തുടങ്ങുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? 5 കാര്യങ്ങളിലുള്ള ആക്സസ് ആണ് ഒരു വുമണിന്റെ എംപവർമെന്റ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ആക്സസ് ടു സർവീസ്, ആക്സസ് ടു എന്താണ് റൈറ്റ്, അങ്ങനെ ഡിഫറെന്റ് 5 കാര്യങ്ങളിലുള്ള ആക്സസ്. ഓക്കെ, സോ അതെന്തായാലും എല്ലാവരും മറന്നുപോയിട്ടുണ്ടാവും. ആ ഒരു ഡിസ്കഷൻ എനിക്ക് തോന്നുന്നു ജൂണിൽ ഒരു ഡിസ്കഷൻ ആയിരുന്നു നമ്മളുടെ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഓപ്പൺ എഡിറ്റോറിയൽ, മാം തന്നെ എഴുതിയ ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ഉണ്ട്. അന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് ഗോ ത്രൂ ചെയ്യാം. ദെൻ
ഇവിടെ എന്താ ചെയ്തത്? നമ്മൾ ഉത്തർപ്രദേശ് സർക്കാർ വുമൺ എക്കോണമിക് എംപവർമെന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തു, ഡിഫറെന്റ് ഫാക്ടേഴ്സ് അനലൈസ് ചെയ്തു. സോ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നതും ദെൻ ജെൻഡർ ഡാറ്റാസ് കുറച്ചും കൂടി പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ സെൻസസ് നടക്കാൻ പോവുകയാണ്, ദെൻ അതുമായി ബന്ധപ്പെട്ട് പല സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫോർമേഷനുകളും വരാനായിട്ട് പോകുന്നതാണ്. സോ ഇതിനെ ഒരു ജെൻഡർ പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടിയിട്ട് അനലൈസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ഡിസ്കഷൻ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഓക്കെ, സോ അത് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലായല്ലോ. നമ്മൾ ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് അത് വീർപ്പ് മുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ജെൻഡർ ബഡ്ജറ്റിങ്ങിനെ കുറിച്ചിട്ടും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ് ജെൻഡർ ബഡ്ജറ്റിംഗ്? അതായത് നമ്മൾ ഗവൺമെന്റ് ബഡ്ജറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫോം, അതായത് വുമൻസിന് വേണ്ടിയിട്ട് ചില പദ്ധതികൾ മാറ്റിവെക്കുക, പദ്ധതികളല്ല എമൗണ്ടുകൾ കൃത്യമായിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ് ജെൻഡർ ബഡ്ജറ്റിങ്ങിന്റെ ലക്ഷ്യം. ഇത് 2004-5 കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു നേഷൻ വൈഡ്. 2006 ബഡ്ജറ്റിലാണ്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2006 ബഡ്ജറ്റിലാണ് ആദ്യമായിട്ട് ജെൻഡർ ബഡ്ജറ്റിംഗ് എവിടെ ക്രിയേറ്റ് ചെയ്തത്? നമ്മളുടെ ഓൾ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ദെൻ ഒരു സംസ്ഥാനം ആദ്യമായിട്ട് ജെൻഡർ ബഡ്ജറ്റിംഗ് അവരുടെ ബഡ്ജറ്റിൽ, സംസ്ഥാന ബഡ്ജറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് സംസ്ഥാനമായിരിക്കും? ഏറ്റവും വുമൻസ് പ്രൊമിനൻസിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം ഏത് സംസ്ഥാനമായിരിക്കും? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിയേ. കേരളമാണോ? എങ്കിൽ കേരളമല്ല. ആദ്യമായിട്ട് വുമൺ ജെൻഡർ ബഡ്ജറ്റ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളുടെ ഒഡീഷ ഗവൺമെന്റ് ആണ്. ഓക്കെ, ദെൻ കേരളം അതിനുശേഷം അടുത്ത വർഷത്തോ അല്ലെങ്കിൽ 2007-8 കാലഘട്ടങ്ങളിൽ നമ്മളുടെ കേരളവും ജെൻഡർ ബഡ്ജറ്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഒരു ഇൻഫോർമേഷൻ കൂടിയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക ജെൻഡർ ബഡ്ജറ്റിംഗ് എന്താണ്. സോ ജെൻഡർ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ പണം മാറ്റിവെക്കുക എന്നുള്ളതല്ല, പ്ലാൻ ഔട്ട്ലേഡ്, അതായത് നിങ്ങൾക്ക് ഇത്ര തുക മാറ്റിവെക്കുന്നു, ജെൻഡർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇത്ര തുക മാറ്റിവെക്കുന്നു, ബേട്ടി ബചാവോ ബേട്ടി പഠാവോയ്ക്ക് വേണ്ടിയിട്ട് 1 ലക്ഷം കോടി രൂപ മാറ്റിവെക്കുന്നു, അതല്ല ജെൻഡർ ബഡ്ജറ്റിംഗ്. പകരം ഗവൺമെന്റ് പ്രൊജക്ടുകൾ എടുത്തു കഴിയുമ്പോൾ അതില് ഇത്ര ശതമാനം, അതായത് ഗവൺമെന്റിന്റെ പ്ലാൻ ഔട്ട്ലൈനെയാണല്ലോ ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. ആ ബഡ്ജറ്റിൽ എടുത്തു കഴിയുമ്പോൾ ഓരോ പ്രൊജക്ടിന്റെയും ഉപഭോക്താവ് അല്ലെങ്കിൽ റെസിപ്പിയന്റ് എത്ര ശതമാനം സ്ത്രീകളായിരിക്കും എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തണം. ഓക്കെ, സോ അതാണ് ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ അല്ലെങ്കിൽ ജെൻഡർ ബഡ്ജറ്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ജെൻഡർ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ ബേട്ടി ബചാവോ ബേട്ടി പഠാവോ സ്കീം അല്ലെങ്കിൽ വുമൻസ് എംപവർമെന്റ് സ്കീമുകൾക്ക് വേണ്ടിയിട്ട് പണം മാറ്റിവെക്കുന്നതിനെയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതല്ല പ്രോഗ്രാം. വേറെ എന്താണ്? ഗവൺമെന്റ് പ്ലാൻ ഔട്ട്ലേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതില് എത്ര ശതമാനം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൃത്യമായി അലോക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ എത്ര ശതമാനം റെസിപ്പിയന്റ് സ്ത്രീകളാണെന്ന് കൃത്യമായിട്ട് കണക്കാക്കുന്നു. അതിനെയാണ് ജെൻഡർ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ ജെൻഡർ ബഡ്ജറ്റിംഗ് എന്താണ് എന്നുള്ളത്? സോ ഡീറ്റെയിൽ ആയിട്ട് ജെൻഡർ ബഡ്ജറ്റിംഗ് എന്താണ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ബെറ്റർ ഡാറ്റാസ്, നീഡഡ് ആയിട്ടുള്ള ബെറ്റർ ഡാറ്റാസ് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ബെറ്റർ ഡാറ്റാസ് ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. പലപ്പോഴും നമ്മൾ ഡാറ്റാസിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എപ്പോഴും പ്രയോഗിക്കുന്ന ഒരു കാര്യമുണ്ട്, വി ആർ ഫ്ലൈയിങ് ബ്ലൈൻഡ്. നമ്മൾ കണ്ണ് കാണാതെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയെ പോലെയാണ് ഡാറ്റയുടെ കാര്യത്തിൽ. പല ഡാറ്റാസും നമുക്ക് എന്തല്ല, അവൈലബിൾ അല്ല. ഏതോ ഒരു കാൽക്കുലേഷന്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസിഷൻ മേക്കുകൾ ചെയ്യുന്നത്. സോ ഒരു വാക്യം, ഒരു ഓപ്പൺ എഡിറ്റോറിയൽ വന്നിട്ടൊരു വാക്യം എന്റെ മനസ്സിലേക്ക് ഇപ്പൊ കയറി വന്നത്, അതായത് ഒരു ഗവൺമെന്റ് ബ്യൂറോക്രാറ്റ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ആള് എന്തിലല്ല ഇത് ചെയ്യുന്നത്, കാൽക്കുലേഷൻ ബേസിസിലോ ഗസ് വർക്കിലോ അല്ല ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് MG നരേഗ എന്ന് പറയുന്ന ഒരു സ്കീം വന്നു. അത് ഏകദേശം ഒരു 100 പേർക്ക് അല്ലെങ്കിൽ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഒരു എത്ര പേർക്ക്, ഒരു 200 പേർക്ക് തൊഴിൽ കൊടുക്കും എന്നുള്ളതായിരിക്കരുത് ഒരു പോളിസി ഇംപ്ലിമെന്റേഷൻ ആൻഡ് എക്സിക്യൂഷൻ എക്സ്പേർട്ട്, വിച്ച് മീൻസ് ഒരു സിവിൽ സർവന്റിന്റെ ലക്ഷ്യം. പകരം കൃത്യമായിട്ടുള്ള ഡാറ്റയിലായിരിക്കണം അവര് അനലൈസ് ചെയ്യേണ്ടതും പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടതും. സോ ഫ്ലൈയിങ് ബ്ലൈൻഡ് എന്ന് പറയുന്ന ഒരു പരിപാടി നമുക്ക് ഇനി വേണ്ട. കൃത്യമായിട്ടുള്ള ഡാറ്റ വേണം എന്നുള്ളതാണ് എല്ലാ ഡാറ്റയുടെ കാര്യത്തിലും നമുക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ നോക്കി, എന്താണ് ട്രേഡ് ഡെഫിസിറ്റ് കം ഡൗൺ ബൈ 54%. ട്രേഡ് ഡെഫിസിറ്റ് കം ഡൗൺ. അതെങ്ങനെയാണ് ട്രേഡ് ഡെഫിസിറ്റ് കം ഡൗൺ ചെയ്യുന്നത്, കുറയുന്നത്? ഓഗസ്റ്റ് മാസത്തിലെ കണക്കാണ്. ഓഗസ്റ്റ് മാസത്തിൽ
ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ നമുക്ക് ടാരിഫുകൾ അടിച്ചു തന്നിട്ടില്ല, അതുകൊണ്ടാണ് ട്രേഡ് ഡെഫിസിറ്റ് കുറഞ്ഞത്. സോ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇന്റർനാഷണൽ എക്കോണമിക്സ് ദെൻ അവിടെ എന്തൊക്കെ പോകും നമ്മുടെ കയ്യിൽ? ബാലൻസ് ഓഫ് പേയ്മെന്റ് ഓർക്കുന്നുണ്ടോ? ബാലൻസ് ഓഫ് പേയ്മെന്റ്, കറന്റ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. കറന്റ് അക്കൗണ്ടിൽ ഉണ്ടാകുന്ന ഡിവിഷനുകൾ, ക്യാപിറ്റൽ അക്കൗണ്ടുകളിൽ ഉണ്ടാകുന്ന ഡിവിഷനുകൾ എന്തൊക്കെയാണോ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ മറന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്നും കൂടി എടുത്ത് കാണുക, അല്ലെങ്കിൽ അന്നത്തെ നമ്മളുടെ സ്ലൈഡുകൾ തെരഞ്ഞു കണ്ടുപിടിക്കുക. നിങ്ങളുടെ നോട്ടുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നോക്കുക. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു: ബാലൻസ് ഓഫ് പേയ്മെന്റ്, ക്യാപിറ്റൽ അക്കൗണ്ട്, കറന്റ് അക്കൗണ്ട്. കറന്റ് അക്കൗണ്ടിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇത് രണ്ടും എപ്പോഴും എന്തിലായിരിക്കണം? ബാലൻസിലായിരിക്കണം. അതിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ബാലൻസ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വീണ് പോകും. അതുപോലെ ഓരോ കൺട്രിയുടെയും ട്രേഡ് ഡെഫിസിറ്റുകൾ അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റുകൾ കൃത്യമാവാതെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്രൈസിസ് സംഭവിക്കും. നമുക്ക് അങ്ങനെ ബാലൻസ് ഓഫ് ക്രൈസിസ് സംഭവിച്ചിട്ടുണ്ടോ? സംഭവിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട് 1991. സോ നമ്മളുടെ ട്രേഡ് ഡെഫിസിറ്റുകൾ കൂടി നമ്മളുടെ റിസർവുകൾക്ക് പോലും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ട്രേഡ് ഡെഫിസിറ്റ് പോയി. സോ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വേൾഡ് ബാങ്കിന്റെ സഹായം തേടി, മറ്റു രാജ്യങ്ങളുടെ സഹായം തേടി നമ്മൾ കറൻസിയൊക്കെ ഡീവാലുവേറ്റ് ചെയ്തു. സോ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക, ട്രേഡ് ഡെഫിസിറ്റ്. ദെൻ ഓഗസ്റ്റിൽ ട്രേഡ് ഡെഫിസിറ്റ് കുറയാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? ടാരിഫുകൾ പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു. ടാരിഫിന്റെ ഡേറ്റ് എന്നായിരുന്നു? USA ടാരിഫ് ഓഗസ്റ്റ് 30 പ്രഖ്യാപിച്ചത്. സോ സെപ്റ്റംബറിലെ കണക്ക് വരട്ടെ. സെപ്റ്റംബറിൽ കണക്ക് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് ടാരിഫുകൾ, എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ടാരിഫിന് മുമ്പ് കൂടുതൽ ആളുകൾ കുറഞ്ഞ പൈസയ്ക്ക് സാധനം കൊണ്ട് കയറ്റി വിടുകയാണ്. മാക്സിമം കച്ചവടം ഈ ഒരു മാസത്തിൽ, അതായത് ഓഗസ്റ്റ് മാസത്തിൽ നടന്നിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ട്രേഡ് ഡെഫിസിറ്റ് കുറയാനായിട്ടുള്ള ഒരു കാരണം. ഓക്കെ, സോ ആ ഒരു ഡിസ്കഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ കോട്ട് നോട്ട് ടു മെന്റൽ ഹെൽത്ത് ആസ് റൈറ്റ്. എന്താണ് ഈ ഒരു ഡിസ്കഷൻ വന്നിരിക്കുന്നത്? ഈ ഒരു ഡിസ്കഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മെന്റൽ ഹെൽത്ത് എന്താണ്? നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. നമ്മളുടെ മെന്റൽ ഹെൽത്ത് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണോ അല്ലയോ? സോ നമ്മൾ റൈറ്റ് ടു പ്രൈവസി പറഞ്ഞിട്ടുണ്ട് പുട്ടസ്വാമി ജഡ്ജ്മെന്റില്. ദെൻ വേറെ എന്താണ്? നമ്മുടെ റൈറ്റ് ടു ലീവ് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ടു ലീവ് ഇൻ പീസ്ഫുൾ എൻവിറോൺമെന്റ്, അല്ലെങ്കിൽ എന്താണ് പൊല്യൂഷൻ ഫ്രീ എൻവിറോൺമെന്റ്. നമ്മളുടെ റൈറ്റ് ടു ലൈവ് അണ്ടർ ആർട്ടിക്കിൾ 21 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ റൈറ്റ് ടു ട്രാവൽ എബ്രോഡ്, പുറത്തേക്ക് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ റൈറ്റ് ടു ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലീവിന്റെ അണ്ടറിലാണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ റൈറ്റ് ടു മെന്റൽ ഹെൽത്ത് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണോ? പെർട്ടിക്കുലർലി ആർട്ടിക്കിൾ 21 അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണോ? കോടതികൾക്കും ഇതേ സംശയമുണ്ടായിരുന്നു. പല സെഷൻസ് കോടതികളും പല ഹൈക്കോടതികളും ഇതിന് വിധി പറഞ്ഞു. ഓക്കെ, സോ ആന്ധ്രാപ്രദേശിലെ ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു കേസ് വന്നിരിക്കുന്നത്. ആ കേസില് സുപ്രീം കോടതി പറഞ്ഞു സുഖ്ദേവ് സാഹ വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്. സുഖ്ദേവ് സാഹ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശില് സുപ്രീം കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? സുപ്രീം കോടതി പറഞ്ഞു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 21 എന്ത്? നമ്മുടെ റൈറ്റ് ടു ലീവ് ഇൻ അണ്ടറിൽ, നിങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനായിട്ടുള്ള അവകാശത്തിന്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ്. സോ ഈ ജഡ്ജ്മെന്റും ഇമ്പോർട്ടന്റ് ആണ്. ഏത് പ്രകാരം? നമ്മളുടെ പുട്ടസ്വാമി ജഡ്ജ്മെന്റിലെ റൈറ്റ് ടു പ്രൈവസി അണ്ടർ ആർട്ടിക്കിൾ 21 ആഡ് ചെയ്തതുപോലെ നമ്മളുടെ സുഖ്ദേവ് സാഹ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന കേസും 2025 നടന്ന കേസുകൾ. സോ ജൂലൈ 2025 അതിഗംഭീരമായിട്ടുള്ള വിധികൾ വരുന്നുണ്ട് കേട്ടോ. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് അതിഗംഭീരമായിട്ടുള്ള വിധികൾ നമ്മുടെ ജൂലൈ 2025 വന്നിട്ടുണ്ട്. സോ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മളിനി ഇതെല്ലാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എവിടെയായിരിക്കും? നമ്മളുടെ മന്ത്ലി റിവിഷനിലാണ്. മന്ത്ലി MCQ റിവിഷനുകളിൽ ഞാൻ ഇതെല്ലാം വീണ്ടും ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ സുഖ്ദേവ് സാഹ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്. എങ്ങനെ ഓർക്കണം? ആന്ധ്രാപ്രദേശിലെ ഒരു പെൺകുട്ടി നീറ്റിന് പഠിക്കുകയായിരുന്നു. ആ പെൺകുട്ടി എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് CBIക്ക് അന്വേഷണം വേണം. CBIയിലേക്ക് അന്വേഷണം വേണം എന്ന് ആര് പറഞ്ഞു? കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഈ ആവശ്യം കേട്ടത്, അതായത് ആത്മഹത്യ, ഒരു പെൺകുട്ടി
നീറ്റ് പഠിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇനി CBI വന്നോ? അതാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ ചോദിച്ചത്. പക്ഷേ സുപ്രീം കോടതി എന്ത് പറഞ്ഞു? CBI വന്നുവെങ്കിൽ CBI വന്നോളണം. കാരണം എന്താണ്? കുട്ടിയുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും ഫണ്ടമെന്റൽ റൈറ്റ് ആണ് മെന്റൽ ഹെൽത്ത് എന്നുള്ളത്. മാനസിക ആരോഗ്യം, നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനുകൾ കാരണം നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. സോ ഇതെല്ലാം എന്താണ്? നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ സ്റ്റേറ്റ്, അതായത് രാഷ്ട്രം, ഇങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ഇല്ലാണ്ട് കുറച്ചും കൂടി ലെസീസ് ഫെയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷനിലാണ് മെഡിക്കൽ വിദ്യാർത്ഥികളെയും UPSC ആസ്പിരന്റിനെയും തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു മെന്റൽ ഹെൽത്തിൽ ഈ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടില്ലാമായിരിക്കാം. സോ അതെല്ലാം ചിലപ്പോൾ ആർട്ടിക്കിൾ 21 ലംഘനമാണോ? ഇതെല്ലാമാണ് കോടതികൾ നോക്കുക. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട വിധികൾ വരാനായിട്ടുണ്ട്. നമ്മളുടെ CBI അന്വേഷണം റിപ്പോർട്ട് സമർപ്പിക്കും, ചാർജ് ഷീറ്റ് സമർപ്പിക്കും. അതുമായി ബന്ധപ്പെട്ട് കോടതി വീണ്ടും കേസുകൾ കേൾക്കും. സോ ഡീറ്റെയിൽ ആയിട്ട് ആ സമയങ്ങളിലൊക്കെ നമുക്ക് വീണ്ടും ഈ ഒരു വിധി അനലൈസ് ചെയ്യണം. ഓക്കെ, സോ ഇതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോണം നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് സുഖദേവ് സാഹ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശിൽ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ടു ലീവിന്റെ അണ്ടറിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, സോ ആ ഒരു ഡിസ്കഷനും കൂടിയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങളുടെ മനസ്സിലുണ്ടാകുക. നമ്മളുടെ എപ്പോഴെങ്കിലും നമ്മളുടെ പ്രിലിംസ് സീരീസിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതൊന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് ആൻസറുകൾ ചെയ്യുക. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.